ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ കോഴ്സുകളെ സംബന്ധിച്ചുള്ള റീ ഇവാലുവേഷനെ പറ്റിയാണ്. എന്താണ് റീ ഇവാലുവേഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ വ്യത്യസ്ത കോഴ്സുകൾക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്നുണ്ട്, വ്യത്യസ്ത പേപ്പറുകൾ എഴുതുന്നുണ്ട്. ഈ പേപ്പറുകളിൽ ഏതെങ്കിലുമൊക്കെ തന്നെ പേപ്പറുകളിൽ നിങ്ങൾ വിചാരിച്ചൊരു മാർക്ക് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ, നിങ്ങൾ എഴുതി മൊത്തം മാർക്കിനും എഴുതി പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലുമൊക്കെ തന്നെ പേപ്പറുകൾ നിങ്ങൾക്ക് മിസ്സാവുകയാണ്, അതായത് നിങ്ങൾ പാസ് ആവാതെ പോവുകയാണെങ്കിൽ, ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് പൊതുവെ നമുക്ക് റിവാലുവേഷനെ പറ്റി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. പൊതുവെ സ്കൂളുകളിലാവട്ടെ കോളേജുകളിലാവട്ടെ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു സംവിധാനമാണ് റീവാലുവേഷൻ എന്നുള്ളത്. അതായത് നമ്മൾ വിചാരിച്ചൊരു മാർക്ക് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ മാർക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്കൂളിലായാലും ശരി കോളേജിലായാലും ശരി റീവാലുവേഷന് കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇഗ്നോയിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെ റീവാലുവേഷന് കൊടുക്കാം, ആരൊക്കെ റീവാലുവേഷന് കൊടുക്കണം, ഇംപ്രൂവ്മെന്റ് എന്ന രീതിയിൽ റീവാലുവേഷന് കൊടുത്തിട്ട് ഇഗ്നോ കോഴ്സുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഫർദർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. റീവാലുവേഷന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്ക് ലേൺവൈസിനെ വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോ നൽകി വരുന്ന 22ഓളം ഡിഗ്രി PG പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകി വരുന്നുണ്ട്. ലേൺവൈസിനെ പറ്റിയും ലേൺവൈസ് നൽകി വരുന്ന ഇഗ്നോ കോഴ്സുകൾക്കുള്ള സപ്പോർട്ടിനെ പറ്റിയും കൂടുതൽ അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് റീവാലുവേഷന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇഗ്നോ ലേണേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങളുടെ സ്കോർ കുറച്ചുകൂടി ഇംപ്രൂവ് ആവണം. നിങ്ങളുടെ ഗ്രേഡ് നിങ്ങൾ പാസ്സായിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ കുറച്ചുകൂടെ മാർക്ക് എക്സ്പെക്ട് ചെയ്തു, കുറച്ചുകൂടെ ബെറ്റർ ഗ്രേഡ് കിട്ടുമെന്ന് കരുതി റീവാലുവേഷൻ കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. റീവാലുവേഷന് മാത്രം നിങ്ങൾക്ക് 750 റുപ്പീസ് ആണ് വരിക. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പം ആൻസർ സ്ക്രിപ്റ്റിന്റെ കോപ്പിയും ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 റുപ്പീസ് കൂടെ വന്ന് മൊത്തം 850 റുപ്പീസ് ആണ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും പക്ഷെ ആദ്യം നോക്കിയതിൽ നിന്നും വലിയൊരു ഇംപ്രൂവ്മെന്റ് ഒരുപക്ഷെ മാർക്കിൽ കണ്ടില്ല എന്നും വരും. അങ്ങനെയാണ് പൊതുവെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മാർക്ക് കൂട്ടുന്നതിനായിട്ട് അല്ലെ ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ റീവാലുവേഷൻ എന്നുള്ളത് ഇഗ്നോ കോഴ്സുകളിലേക്ക് വരുമ്പോൾ അത്ര നല്ലൊരു ചോയ്സ് ആയിരിക്കില്ല. ഇനി നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ഓപ്റ്റ് ചെയ്തിട്ട് ഏത് പേപ്പറിനാണ് റീവാലുവേഷൻ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും വൈകാതെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ഇംപ്രൂവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടല്ലാതെ നമ്മൾ റീവാലുവേഷൻ കൊടുക്കുക ഒരേ ഒരു സാഹചര്യത്തിലാണ് പൊതുവെ നമ്മൾ ഫെയിൽ ആവുന്ന സമയത്ത്. ഏതെങ്കിലുമൊക്കെ തന്നെ പേപ്പർ നമുക്ക് മിസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരുപക്ഷെ ഒരു പേപ്പർ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റണം എന്നില്ല. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ ചോദിക്കാതെ വരികയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരുപക്ഷെ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പേപ്പർ ഫെയിൽ ആയെന്നിരിക്കും. അപ്പം നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഫെയിൽ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷൻ കൊടുക്കാം. അതിൽ ചിലപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ തന്നെ വന്നെന്ന് വരാം. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് സംശയമാണ് റീവാലുവേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുണ്ടെങ്കിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഒരുപക്ഷെ നല്ലതെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക. കാരണം നിങ്ങളുടെ ഡ്യൂറേഷൻ എത്രയോ ആയിക്കോട്ടെ, തൊട്ടടുത്ത എക്സാമിൽ തന്നെ നിങ്ങൾക്കിപ്പോ 2 വർഷത്തെ PG കോഴ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പർ മിസ്സായി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷനോടൊപ്പം തന്നെ ഈ പേപ്പർ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ റീവാലുവേഷന്റെ ഫീസ് എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു 750. ഇനിയിപ്പോൾ ആൻസർ സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപയും കൂടെ കൂട്ടി 850 രൂപയാണ് വരിക. എക്സാം രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് ഒരിക്കലും അത്രയും വരാനും പോകുന്നില്ല. അതും നെക്സ്റ്റ് ഇയർ എഴുതുമ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റും കാര്യങ്ങളും തന്നെ വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ തിയറി എക്സാം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, എഴുതിയാൽ മതിയാവും. ഇതൊക്കെ ഓരോ സജഷൻസ് ആണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഏത് പേപ്പറിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, റീവാലുവേഷൻ കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ റിസൾട്ട് വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ റീവാലുവേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു നിബന്ധന ഇഗ്നോ വെക്കുന്നുണ്ട്. അത് ആൻസർ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ വ്യത്യസ്തമാണ്, റീവാലുവേഷന്റെ കാര്യത്തിലും ഡിഫറെന്റ് ആണ്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ കാണുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിൽ കൃത്യമായിട്ട് റീവാലുവേഷന്റെ ടൈം പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2023 നിന്നും 2024 എത്തിയപ്പോഴുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത്. 2023 ഫെബ്രുവരി 27 കൂടിയ ബോർഡ് മാനേജ്മെന്റ് മീറ്റിംഗിലാണ് ഈ തീരുമാനം എടുത്തിട്ടുണ്ടായത്. അപ്പൊ ഇതിൽ കൃത്യമായി കാണാം റീ ഇവാലുവേഷൻ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ്. നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് റീവാലുവേറ്റ് ചെയ്യാനുള്ള നിലവിലെ ടൈം പീരീഡ് എന്നുള്ളത് 30 ദിവസമായിരുന്നു. പക്ഷെ അതിപ്പോൾ 40 ദിവസമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റ് റീവാലുവേഷൻ ചെയ്യുന്നതിനായിട്ട് 750 റുപ്പീസ് പേ ചെയ്ത് റിസൾട്ട് വന്ന് ഡേറ്റ് ഓഫ് പബ്ലിഷിംഗ് അല്ലെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറയുന്ന റിസൾട്ട് നിങ്ങളുടെ വന്നതിന്
40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? റീവാലുവേഷനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി ഫോട്ടോകോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ്, നിങ്ങൾ എഴുതിയതിന്റെ ഫോട്ടോകോപ്പി, നിങ്ങൾ എഴുതിയ ആൻസർ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോകോപ്പി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇഗ്നോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിന് അപ്ലൈ ചെയ്യുമ്പം റിസൾട്ട് വന്ന് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പുതിയ നിയമം പ്രകാരം അല്ലെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇഗ്നോ ആവശ്യപ്പെടുന്നത്. ജൂൺ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ മുതലുള്ള റിസൾട്ടുകൾക്ക് ഈ രീതിയിലാണ് നമുക്ക് റീവാലുവേഷനും അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റിനുമായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് തിയറി, അതായത് നമ്മൾ എഴുതിയ ടേം ആൻഡ് എക്സാമിനേഷന്റെ ആൻസർ സ്ക്രിപ്റ്റും റീവാലുവേഷനും മാത്രമേ ഡിമാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ പ്രാക്ടിക്കലിന്റെയോ പ്രൊജക്ടിന്റെയോ അല്ലെങ്കിൽ അസൈൻമെന്റ്സിന്റെ ഒന്നും തന്നെ റീവാലുവേഷൻ പോസിബിൾ ആയിരിക്കില്ല. അതിനൊന്നും തന്നെ റീവാലുവേഷൻ വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വൃത്തിക്ക് ചെയ്ത് വെക്കുകയും ചെയ്യും. തിയറിയിലാണ് ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ തന്നെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുക, 1 മാർക്കോ 2 മാർക്കോ ഒക്കെ തന്നെ പക്ഷേ കുറഞ്ഞു പോയെന്ന് വരിക. അപ്പൊ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ എന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ ആണ് താനും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇഗ്നോ റീവാലുവേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീവാലുവേഷനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്, onlineservices.igno.ac.in. അപ്പൊ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക, പ്രോഗ്രാം കോഡ് കൊടുത്തു കഴിഞ്ഞ് റീവാലുവേഷൻ എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. സോ അത് തന്നെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം കോഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻറോൾമെന്റ് നമ്പറും പ്രോഗ്രാം കോഡും കൊടുത്ത് അപ്ലൈ ഫോർ എന്നുള്ള ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ട് ഈ പോർട്ടലിനകത്തോട് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ തന്നെ ഇവിടെ കാണാം. റിസൾട്ട് ആൻഡ് എക്സാം റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉള്ള ഇവിടെ കാണാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ എക്സാം സെന്റർ കോഡ് ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ഇനി പേരും അതുപോലെ പ്രോഗ്രാം കോഡും മൊബൈൽ നമ്പറും എല്ലാം തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിലുണ്ട്. പക്ഷെ നമ്മളെ ബാധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടും അതുപോലെ ഏത് പേപ്പറിനാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 പേപ്പർ കാണാൻ സാധിക്കും. ഈ 3 പേപ്പറുകൾ എഴുതിയതിൽ ഏത് പേപ്പറിനാണ് നമ്മൾ റീവാലുവേഷൻ ആവശ്യപ്പെടുന്നത്. അതിവിടെ സെലക്ട് കോഴ്സ് കൊടുത്തിട്ട് നമ്മൾ എഴുതിയ പേപ്പേഴ്സ് എല്ലാം തന്നെ ഇവിടെ വരും. 5 പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ 5 എണ്ണം വരും. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈയിങ് ഫോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് റീവാലുവേഷൻ മാത്രം മതിയോ, ആൻസർ സ്ക്രിപ്റ്റ് ആവശ്യമുണ്ടോ, ഇനി റീവാലുവേഷനും അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റും രണ്ടും ആവശ്യമുണ്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതനുസരിച്ചാണ് ഫീസ് വരിക. നിങ്ങൾക്ക് റീവാലുവേഷൻ മാത്രം മതിയെങ്കിൽ ആ ഒരു പേപ്പറിന് റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 750 രൂപ പേ ചെയ്താൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൂടെ പേ ചെയ്യണം. മൊത്തം 850 രൂപ പേ ചെയ്യണം. ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ആൻസർ സ്ക്രിപ്റ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ പേ ചെയ്താൽ മതിയാവും. അപ്പൊ അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പൊ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. റീവാലുവേഷൻ കൊടുത്തു, ഫീ എമൗണ്ട് വരുന്നതാണ്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ആഡ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പേപ്പേഴ്സിനും ഇതേപോലെ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കയ്യിൽ വെക്കേണ്ട മറ്റൊരു ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഗ്നോ ID കാർഡിന്റെ ഫോട്ടോ ആണ്. 100 KB കൂടാൻ പാടില്ല. ഫോട്ടോ തന്നെ മതി. JPG ഫോർമാറ്റിലുള്ള ഫോട്ടോ ആവശ്യമാണ്. ഏത് സാഹചര്യത്തിൽ ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 100 രൂപ കൊടുത്ത് ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഗ്നോ ID കാർഡ് അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അപ്ലോഡ് ഡോക്യുമെന്റ്സ് ഓൺലി വെൻ സ്റ്റുഡൻസ് റിക്വസ്റ്റഡ് ഫോർ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻസർ സ്ക്രിപ്റ്റ് വാങ്ങുന്നവർ മാത്രം ID കാർഡ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. ആ സെക്ഷനോടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പേയ്മെന്റിനായിട്ടുള്ള ലിങ്ക് വരും. നിങ്ങൾ 2 പേപ്പറാണ് ഓപ്റ്റ് ചെയ്തതെങ്കിൽ റീവാലുവേഷൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ 750 + 750 1500 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 2ന്റെ ആൻസർ സ്ക്രിപ്റ്റ് മാത്രം മതിയെങ്കിൽ 100 + 100 200 രൂപ പേ ചെയ്താൽ മതിയാവും. പക്ഷെ അതുകൊണ്ട് മാർക്ക് നമ്മുടെ മാറാൻ പോകുന്നില്ല. ആൻസർ സ്ക്രിപ്റ്റ് എന്നുള്ളത് നമുക്ക് കണ്ട് ബോധ്യപ്പെടുന്നതിനായിട്ടാണ്. അതേ സ്ഥാനത്ത് റീവാലുവേഷൻ എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ മാർക്ക് മാറാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നൊരു സംവിധാനമാണ്, അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടോട്ടൽ മാർക്കിൽ മാറ്റങ്ങൾ വന്നേക്കും. മറ്റേ ആൻസർ സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പഠിക്കാനാണ്. എവിടെയാണ് മാർക്ക് പോയത്, ഇനി എവിടെയെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്താനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും റീവാലുവേഷൻ എന്താണ്, ഇഗ്നോനെ സംബന്ധിച്ച് എങ്ങനെയാണ് റീവാലുവേഷൻ വർക്ക് ചെയ്യുന്നത്, എത്ര സമയത്തിനുള്ളിലാണ് നമുക്ക് റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എങ്ങനെ റീവാലുവേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം, ഏതാണ് ലിങ്ക്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇനി റീവാലുവേഷനെ പറ്റി ഫർദർ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിൽ 22ഓളം വരുന്ന ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകൾക്ക് ആവശ്യമായുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും ഇഗ്നോ ലേണേഴ്സ് ആവുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ലേൺവൈസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ കണക്ട് ചെയ്യാം.